നമസ്കാരം. ദുൽഖർ സൽമാൻ വിജയത്തിന്റെ ലഹരിയിലാണ്. എങ്ങനെ ആവാതിരിക്കും അല്ലേ? 30 കോടി ബഡ്ജറ്റിൽ മുടക്കിയ ഒരു സിനിമ ഏകദേശം 300 കോടിയിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തുമ്പോഴേക്കും ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ സ്വയമേ അഭിമാനിക്കുക, സ്വയമേ ഞെട്ടുക എന്നതല്ലാതെ ആ ലഹരിയിൽ അങ്ങ് നിൽക്കുക എന്നത് മാത്രമാണ് ദുൽഖർ ഇപ്പോൾ ചെയ്യുന്നത്. ദുൽഖർ ഈ വിജയത്തിൻ്റെ ലഹരിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അതായത് ലോകയുടെ റിലീസിന് ശേഷം ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ദുൽഖർ ഈ വലിയ വിജയം മണത്തിരുന്നതാണ്. അതുകൊണ്ടാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി ഈ സിനിമ അങ്ങോട്ട് പോയി പ്രൊമോട്ട് ചെയ്യുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സിനെ ഒക്കെ തന്നെ തൻ്റെ സക്സസ് മീറ്റിലേക്ക് വിളിക്കുകയും ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ലോക ചർച്ചാ വിഷയമാക്കുകയും ചെയ്തത്. എന്തായാലും ദുൽഖറും ലോകയും ഒക്കെ പേടിച്ച് മറ്റ് സിനിമകൾ മാറ്റി നിർത്തുകയാണ് കേട്ടോ. അതായത് നേരത്തെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച പല സിനിമകളും ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം തിയേറ്ററുകൾക്ക് ലോകമതി. പുതിയ സിനിമകളെ സ്വീകരിക്കാൻ പോലും നിലവിൽ തിയേറ്ററുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രമാത്രമാണ് ഈ സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയായി സിനിമ റിലീസായി. OTT വന്ന കാലം, OTTയും എല്ലാ സിനിമകളും എടുക്കുന്ന കാലം, ചില സിനിമകളൊന്നും OTTക്ക് വേണ്ടാത്ത കാലം, അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ റിലീസായി കഴിഞ്ഞ് 3 ആഴ്ചയ്ക്കുള്ളിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ OTTയിലേക്ക് വരുന്ന സമയത്താണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായിട്ട് ഈ സിനിമ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടി അല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ 2025 OTT പ്രീ ബിസിനസ്സൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാലത്തിൽ ദുൽഖർ കളിച്ച ഈ കളി നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ അടിപൊളി കളിയാണെന്ന് തോന്നും. പക്ഷേ റിലീസിന് മുന്നേ എന്തോരം റിസ്ക് ആണെന്ന് ചിന്തിച്ചു പോകും. കാരണം ലോക ഇതുവരെ ഒരു OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുൽഖറിനെ സന്തോഷത്തിൽ ആറാടുന്ന മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ദുൽഖർ തെലുങ്കിൽ പോയി ഒരു സിനിമ ചെയ്തു. കാന്ത എന്നാണ് ആ സിനിമയുടെ പേര്. ചിത്രത്തിൻ്റെ ടീസർ വളരെയധികം വൈറലായിരുന്നു. സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇതിപ്പോൾ പറയാൻ കാരണം, ദുൽഖർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നത് കാന്തയുടെ റിലീസ് ഡേറ്റ് ഇനി അടുത്ത വരുന്നത് വരെ പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണ്. കാരണം അതുവരെ ലോക ഓടട്ടെ, ലോകയുടെ സക്സസ്, ലോക ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തണം, ലോക തിയേറ്ററുകളിൽ ഇനിയും ബിസിനസ് ഉണ്ടാക്കണം, ലോക തിയേറ്ററുകളിൽ ഇനിയും ഓടണം, ലോക ഇനിയും പ്രേക്ഷകർ കാണണം എന്നുള്ള വളരെ സന്തോഷത്തിൽ ദുൽഖർ പറയുന്നു, ഞാൻ എൻ്റെ സിനിമയായ കാന്തയുടെ റിലീസ് മാറ്റുകയാണ്. അത് എന്നാണ് എന്നുള്ളത് ഞാൻ പിന്നെ അറിയിക്കും. അതുവരെ തിയേറ്ററുകളിൽ ലോക തുടരട്ടെ എന്നുള്ളതാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സന്തോഷത്തിൽ ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന ദുൽഖർ സൽമാൻ. ദുൽഖർ എന്ന നിർമ്മാതാവിനെ തന്നെ എടുത്തു നോക്കിക്കേ. വേഫറർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹം ലോഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകൾ അദ്ദേഹം സിനിമയാക്കിയെങ്കിൽ പോലും ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ വിജയം വേഫറർ ഫിലിംസിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ 2023 ഓണത്തിൽ വന്ന് പരാജയപ്പെട്ടപ്പോൾ ദുൽഖർ നേരിട്ട കളിയാക്കലുകൾ നമ്മൾ കണ്ടതാണ്. 2 കൊല്ലങ്ങൾക്ക് ശേഷം അതേ ഓണത്തിൽ വന്ന് തൻ്റെ നിർമ്മാണത്തിലൂടെ ദുൽഖർ അവസാന ചിരി പൊട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുൽഖറിന് ഈ വിജയം അങ്ങ് മതിമറന്ന് ആഘോഷിക്കണം, അങ്ങ് എക്സ്ട്രീം ആഘോഷിക്കണം. ഒരു നിർമ്മാതാവെന്ന രീതിയിൽ ഇനിയും പണം വാരണം. ഈ ലോക ചാപ്റ്റർ 1 എന്നതുപോലെ ലോകയുടെ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3യും എല്ലാം തനിക്ക് വലിയ ക്യാൻവാസിൽ ചെയ്യണമെന്ന ആ നിർമ്മാതാവിൻ്റെ ദൃഢനിശ്ചയം, ഇതെല്ലാമാണ് കഴിഞ്ഞ ദിവസം കാന്തയുടെ റിലീസ് ഡേറ്റ് മാറ്റിയതോടെ വ്യക്തമാകുന്നത്. ലോകയ്ക്ക് ഇനിയും ആളുകൾ എത്തണം എന്നുള്ള ദുൽഖർ സൽമാൻ്റെ വാശി, അത് തന്നെയാണ് ഇതിലേക്ക് വീണ്ടും നയിച്ചിരിക്കുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. മാത്രമല്ല, കാന്ത നിർമ്മിക്കുന്നതിൽ ഒരു നിർമ്മാതാവ് ദുൽഖർ തന്നെയാണ്. ദുൽഖറും റാണ ദഗുപതിയുമാണ് ഈ ചിത്രത്തിലെ നിർമ്മാതാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ കോൾ അനുസരിച്ച് അവർ ആ റിലീസ് ഡേറ്റ് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ലോകയാവട്ടെ ഇന്ത്യ ഒട്ടാകെ തന്നെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ തരംഗവും മുന്നേറ്റവും മാറുന്നു. തമിഴ്നാട്ടിലും തെലുങ്കിലും ആന്ധ്രയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നു ഈ സിനിമ. നോർത്തിൽ ക്ലച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക. അങ്ങനെ ലോക പോലും ഞെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ സംവിധായകൻ ഡൊമിനിക് അരുൺ തന്നെ പറയുന്നത് പോലെ, ഇത്രയും വലിയ ആഘോഷമാക്കാൻ മാത്രം ഞങ്ങളുടെ സിനിമയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നതെന്ന് ഡൊമിനിക് അരുൺ പറഞ്ഞു. നിർമ്മാതാക്കളെയും സംവിധായകനെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ലോകയെ പ്രേക്ഷകർ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർക്കിംഗ് ഡേയും അർദ്ധരാത്രി പോലും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫാമിലി ഈ സിനിമ കാണാൻ വേണ്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കാര്യം ദുൽഖറിന് വളരെയധികം സപ്പോർട്ടീവായിട്ട് മാറുന്നത് OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാൻ. കാരണം OTT ആണ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സിനിമകൾക്കൊക്കെ തന്നെ എന്താ ചെയ്യുന്നത് നിർമ്മാതാക്കൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒരു റിലീസ് ഡേറ്റ് OTTക്ക് ഒരു പ്രഖ്യാപിച്ച് വെക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിർമ്മാതാവിന് നഷ്ടമുണ്ടാവാത്ത രീതിയിൽ ബിസിനസ് നടക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ദുൽഖർ കളിച്ച ഒരു
ട്രപ്പീസ് കളി അല്ലെങ്കിൽ ഒരു ഞാണിന്മേൽ കളി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഭീമമായ ഓഫേഴ്സ് OTTയുടെ ഭാഗത്ത് നിന്ന് ദുൽഖറിന് ലഭിക്കും. അതേപോലെ തന്നെ അത്രയും നാളെ തിയേറ്ററുകളിൽ ഓടുകയും ചെയ്യും. കാരണം തിയേറ്ററുകാർക്ക് ആളുകൾ കയറുന്ന സിനിമ മതി, അവർക്ക് അവരുടെ ലാഭം നോക്കണം. ഇതൊരു മൊത്തത്തിലുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകാർ ലോക ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് തന്നെ പല സിനിമകളും ഈ ആഴ്ച പ്രത്യേകിച്ച് റിലീസിനെത്തുമെന്ന് കരുതിയിരുന്ന പല സിനിമകളും റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ദുൽഖറിൻ്റെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖറിൻ്റെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ദുൽഖർ ചാക്കിൽ പണം എണ്ണിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. അമ്മാതിരി പണം ദുൽഖർ എന്ന നിർമ്മാതാവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ വിജയത്തിൻ്റെ മുഴുവൻ ലഹരി ആസ്വദിക്കുകയാണ് ദുൽഖർ. തൻ്റെ സ്വന്തം സിനിമ പോലും റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്ന തരത്തിലേക്ക് പോകുന്നു. തൻ്റെ നിർമ്മാണ കമ്പനിയിൽ ഇറങ്ങിയ സിനിമയും താൻ നായകനാവുന്ന സിനിമയും തമ്മിലൊരു ക്ലാഷ് വേണ്ട, ഒരു തരത്തിലും അത് വേണ്ട എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖർ കാന്തയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ദുൽഖറിനറിയാം, ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കും മറ്റ് ടെക്നീഷ്യൻസിനും അറിയാം, ലോകയുടെ തേരോട്ടം അവസാനിക്കാൻ പോകുന്നില്ല. ലോക ഇപ്പോൾ 200 കോടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് ലിസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ പോലും 300 ടച്ച് ചെയ്യാൻ അധികം സമയം വേണ്ട. അതിനുശേഷവും മുന്നോട്ട് പോവുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല ബോക്സ് ഓഫീസ് നമ്പേഴ്സും റെക്കോർഡ്സും തിരുത്തി കുറിക്കാൻ ലോകയ്ക്ക് സാധിക്കും. അതിലൂടെ ഇൻഡസ്ട്രി വലുതാവുക എന്നത് മാത്രമല്ല, നമുക്ക് പുതിയ പുതിയ കണ്ടൻസ് വിത്ത് ബിഗ് ബഡ്ജറ്റ്സ് ലഭിക്കും എന്നുള്ളത് തന്നെ